ഉത്തർപ്രദേശിലെ മഹാകുംഭമേളയിൽ തിക്കിലും തിരക്കിലും പെട്ട് 10 പേർ മരിച്ചെന്ന റിപ്പോർട്ടുകൾ. ബാരിക്കേഡുകൾ തകർന്നതിനെ തുടർന്നാണ് ദുരന്തം ഉണ്ടായതെന്ന് സ്പെഷ്യൽ എക്സിക്യൂട്ടീവ് ഓഫീസർ അറിയിച്ചു. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായും സാഹചര്യം വിലയിരുത്തി. ബൽറാം നെടുങ്ങാടി ചേരുന്നുണ്ട് വിശദാംശങ്ങളുമായി. ഇപ്പോൾ ഡൽഹിയിൽ നിന്ന് ബൽറാം, 10 പേർ മരിച്ചെന്നാണല്ലോ റിപ്പോർട്ടുകൾ. അധികൃതർ ഈ കാര്യങ്ങൾ സ്ഥിരീകരിക്കുന്നുണ്ടോ? എന്തൊക്കെയാണ് പുതിയ വിവരങ്ങൾ ബൽറാം? ഉന്മേഷ്, ഉത്തർപ്രദേശിലെ മഹാസംഘം പ്രദേശത്ത് ഇന്ന് പുലർച്ചെയുണ്ടായ തിക്കിലും തിരക്കിലും 10 പേർ മരിച്ചതായാണ് പ്രാദേശിക മാധ്യമങ്ങളും ഒപ്പം തന്നെ സമൂഹ മാധ്യമങ്ങളിലൂടെയും പ്രചരണം നടക്കുന്നത്. എന്നാൽ സർക്കാർ ഇതുവരെയും ഔപചാരികമായി ഇക്കാര്യം സ്ഥിരീകരിച്ചിട്ടില്ല. ഇത്തരത്തിൽ ഒരു അപകടം തിക്കിനും തിരക്കിനും സമാനമായ ഒരു സാഹചര്യം ഉണ്ടായതായി എക്സിക്യൂട്ടീവ് ഓഫീസർ സ്ഥിരീകരിക്കുന്നുണ്ട്. ഇതിൽ 50ഓളം പേർക്ക് പരിക്കേറ്റതായാണ് വിവരം. അതിൽ 30 സ്ത്രീകളും ഉൾപ്പെടുന്നു. ഇവരെ ആദ്യഘട്ടത്തിൽ സമീപത്തുള്ള പ്രാഥമിക ആരോഗ്യ കേന്ദ്രത്തിൽ തന്നെ ചികിത്സ നൽകുകയും പിന്നീട് സെക്ടർ 2-ലുള്ള ആശുപത്രിയിലേക്ക് മാറ്റുകയും ചെയ്തിട്ടുണ്ട്. ഇവരുടെ ആരോഗ്യനില സംബന്ധിച്ചോ സർക്കാർ ഇതുവരെ യാതൊരു തരത്തിലുള്ള ഔദ്യോഗിക പ്രതികരണവും നടത്തിയിട്ടില്ല. എന്നാൽ വിഷയത്തെ അതീവ ഗൗരവത്തോടു കൂടി തന്നെയാണ് ഉത്തർപ്രദേശ് സർക്കാരും കേന്ദ്ര സർക്കാരും കാണുന്നത്. ഈ കഴിഞ്ഞ 1 മണിക്കൂറിനിടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉത്തർപ്രദേശ് മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥുമായി 2 തവണ ഫോണിൽ സംസാരിക്കുകയും സാഹചര്യങ്ങൾ പ്രധാനമന്ത്രി നേരിട്ട് തന്നെ അവലോകനം ചെയ്യുകയുമാണ്. ഒപ്പം തന്നെ ആഭ്യന്തരമന്ത്രി അമിത്ഷയും മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥുമായി ഫോണിൽ സംസാരിച്ച് കേന്ദ്രത്തിന്റെ എല്ലാവിധ സഹായവും വാഗ്ദാനം ചെയ്തിട്ടുണ്ട്. ഈ കുംഭമേള നടത്തിപ്പുമായി ബന്ധപ്പെട്ടുകൊണ്ട് തന്നെ ഈ സാഹചര്യങ്ങളെ കൈകാര്യം ചെയ്യുന്നതിനുള്ള സഹായവും വാഗ്ദാനം ചെയ്തിട്ടുണ്ട്. നിലവിൽ ഇപ്പോൾ ഈ ത്രിവേണി സംഗമത്തിലേക്ക് ആളുകൾ കൂടുതലായി എത്തിയതാണ് ഇത്തരത്തിലൊരു സാഹചര്യത്തിന് ഇടയാക്കിയത് എന്നാണ് വിലയിരുത്തപ്പെടുന്നത്. പ്രത്യേകിച്ച് ഇന്ന് മൗനി അമാവാസ്യ ദിനമാണ്. ഈ മഹാകുംഭമേളയുടെ പുണ്യസ്നാന ദിവസങ്ങളായി കണക്കാക്കപ്പെടുന്ന 6 ദിവസങ്ങളിൽ ഒന്നാണ് ഇന്ന്. ഇതുമായി ബന്ധപ്പെട്ട് സ്നാനം ചെയ്യുന്നതിനായി ഇന്നലെ മുതൽ തന്നെ വലിയ തിരക്ക് ഈ പ്രദേശത്തേക്ക് ഉണ്ടായിരുന്നു. പോലീസ് ഇതിനാവശ്യമായ ക്രമീകരണങ്ങൾ നടത്തുകയും ആളുകളെ നിയന്ത്രിക്കുകയും ചെയ്തിരുന്നു. എങ്കിൽ പോലും ഈ പ്രതീക്ഷിച്ചതിലും കൂടുതൽ ആളുകൾ ഇവിടേക്ക് എത്തിയതാണ് ഇത്തരത്തിൽ ഒരു അപകടത്തിന് ഇടയാക്കിയത്. ബാരിക്കേഡുകൾ തകർന്ന ആളുകൾ താഴെ വീണാണ് ഈ അപകടം ഉണ്ടായത്. എന്നാൽ ഈ സാഹചര്യങ്ങളെ കൈകാര്യം ചെയ്യാൻ ആവശ്യമായ എല്ലാ നടപടികളും ഇതിനകം സ്വീകരിച്ചു കഴിഞ്ഞിട്ടുണ്ട് എന്നാണ് അധികൃതർ വ്യക്തമാക്കുന്നത്. ഒപ്പം തന്നെ ത്രിവേണി സംഗമത്തിൽ സ്നാനത്തിനായി ഈ ഘട്ടത്തിൽ ശ്രമിക്കരുത് എന്ന മുന്നറിയിപ്പ് മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥ് നൽകിയിട്ടുണ്ട്. അഭ്യൂഹങ്ങൾക്ക് ചെവി കൊടുക്കരുത് എന്നും അദ്ദേഹം പ്രതികരിച്ചിരിക്കുന്നു. കൂടാതെ ഈ ഭക്തർ എവിടെയാണോ ഇപ്പോൾ ഉള്ളത് അതിനോട് അടുത്തുള്ള ഘട്ടിൽ സ്നാനം നടത്തുക എന്നുള്ള നിർദ്ദേശമാണ് മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥ് നൽകിയിരിക്കുന്നത്. ഒപ്പം തന്നെ അഖാഡ പരിഷത്തും ഇത്തരത്തിൽ ഈ സംഗമത്തിലുള്ള പുണ്യസ്നാനം ഇന്ന് റദ്ദാക്കിയതായി അറിയിച്ചിരിക്കുന്നു. ആളുകൾ ത്രിവേണി സംഗമത്തിലേക്ക് തന്നെ എത്തി സ്നാനം ചെയ്യാൻ ശ്രമിക്കാതെ ഒരു നിമിഷം ബൽറാം, ഇപ്പോൾ മാധ്യമപ്രവർത്തകൻ ശ്രീ PM നാരായണൻ അദ്ദേഹം ടെലിഫോണിൽ ചേരുന്നുണ്ട്. ശ്രീ PM നാരായണൻ, താങ്കൾ ഈ അപകടം നടന്ന മേഖലയിലാണോ ഉള്ളത്? ഈ 10 പേർ മരിച്ചെന്ന റിപ്പോർട്ടുകൾ വരുന്നുണ്ട്. ഇക്കാര്യങ്ങളിലൊക്കെ ഒരു സ്ഥിരീകരണമുണ്ടോ ശ്രീ PM നാരായണൻ? ഔദ്യോഗികമായിട്ടുള്ള സ്ഥിരീകരണം ഇതുവരെ മരണത്തിന്റെ സംഖ്യയുടെ കാര്യത്തിൽ നടന്നിട്ടില്ല. പക്ഷേ ഒട്ടനവധി ആളുകൾ ഇൻജേർഡ് ആയിട്ടുണ്ട്. പരിക്ക് ആശുപത്രിയിലാണെന്നുള്ളത് നമുക്ക് അറിയാം. കാരണം ഞാൻ ആശുപത്രിയുടെ മുന്നിൽ പോയിട്ടുണ്ടായിരുന്നു. ഈ പരിക്ക് പറ്റിയ ആളുകളുടെ റിലേറ്റീവ്സും ആശുപത്രിയുടെ മുന്നിൽ കണ്ടിട്ടുണ്ട്. അത് മാത്രമല്ല, ഒട്ടനവധി ആംബുലൻസുകൾ നമ്മുടെ മുന്നിൽ കൂടെ ഇപ്പൊ പോകുന്നുണ്ട്. അതും ഒരു സൂചനയാണ് നിൽക്കുന്നത്. പക്ഷെ ഇതൊന്നും ഔദ്യോഗികമായി ഇതുവരെ സ്ഥിരീകരിച്ചിട്ടില്ല എന്നുള്ളതാണ് ഇപ്പോഴത്തെ ഏറ്റവും വലിയ ഒരു അവസ്ഥ ഇവിടെ. ശ്രീ P നാരായണൻ, ഇപ്പോൾ മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥിന്റെ ഒരു പ്രസ്താവനയൊക്കെ വരുന്നുണ്ട്, ഈ അഭ്യൂഹങ്ങൾക്ക് ചെവി കൊടുക്കരുത് എന്നുള്ള തരത്തിൽ. പക്ഷേ ഈ ദേശീയ മാധ്യമങ്ങൾ ഉൾപ്പെടെ ഈ 10 പേർ മരിച്ചതായി ഭയപ്പെടുന്നു, സംശയിക്കുന്നു എന്നൊക്കെയുള്ള റിപ്പോർട്ടുകളാണല്ലോ നൽകുന്നത് ശ്രീ PM നാരായണൻ. അതെ, ഇത് ഗവൺമെന്റ് ഉത്തർപ്രദേശിനെ അത്ര സീരിയസ് ആയിട്ട് അല്ലെങ്കിൽ ഒരു അണ്ടർപ്ലേ ചെയ്യാൻ വേണ്ടി ശ്രമിക്കുന്നുണ്ട്. കാരണം കഴിഞ്ഞ ഒരു 3 ദിവസമായി ഇവിടെ വലിയ തോതിലുള്ള തിരക്കാണ് അനുഭവപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. കാരണം ഉത്തർപ്രദേശ് ഗവൺമെന്റ് കണക്കനുസരിച്ച് തന്നെ ഏകദേശം 10 കോടിയോളം ആളുകൾ ഈ സംഗം ഏരിയയിൽ അല്ലെങ്കിൽ ഈ ത്രിവേണി ഏരിയയിലേക്ക് വരുന്നു എന്നുള്ളത് കണക്കാക്കിയിട്ടുണ്ടായിരുന്നു. അതനുസരിച്ചുള്ള പ്രിപ്പറേഷൻസും ഇവിടെ ഉണ്ടായിരുന്നു എന്നുള്ളതാണ് വസ്തുത. പക്ഷേ കഴിഞ്ഞ 3 ദിവസമായിട്ട് ഇവിടെ വന്ന ആളുകൾ തിരിച്ചു പോകാതിരിക്കുകയും ഇന്നലെ അതിൽ കൂടുതൽ ആളുകൾ വരികയും ചെയ്തതോടെയാണ് ഇപ്പോൾ ഈ സ്ഥിതി നിയന്ത്രണാതീതമായി മാറിയത്. ഇതിന്റെ ഒരു പ്രധാന പ്രശ്നം എന്നുള്ളത് ഇന്ന്, അതായത് 29 ജനുവരി എന്നുള്ളതാണ് മൗനി അമാവാസ്യ എന്ന് പറയും. അത് ഈ മൊത്തം കുംഭമേളയിലെ ഏറ്റവും കൂടുതൽ ഓസ്പീഷ്യസ് ആയിട്ടുള്ള
ഒരു ദിവസമാണ് ഇന്ന്. അതായത് ആളുകൾ കുളിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള അതെ. മൊത്തം 6 കുളി ദിവസങ്ങളാണ്. അതിൽ ഏറ്റവും ഓസ്പീഷ്യസ് ആയിട്ടുള്ള ദിവസമാണ് ഇന്ന്. അഖാഡകളെല്ലാം, അതായത് സന്യാസി സമൂഹങ്ങളെല്ലാം കുളിക്കുന്നതെല്ലാം ഇന്നാണ്. ഈ അപകടം കാരണം സന്യാസി സമൂഹങ്ങളുടെ കുടി തൽക്കാലം മാറ്റി വെച്ചിട്ടുണ്ടെന്നുള്ള അറിവാണ് കിട്ടുന്നത്. പക്ഷെ ആളുകൾ വൻതോതിൽ ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പം ഇതിൽ കൂടെ ആയിരക്കണക്കിന് ആളുകളാണ് ഈ റോഡിൽ കൂടെ ഒഴുകിക്കൊണ്ടിരിക്കുന്നത്. അപ്പം ഇത് സ്നാനം അല്ലെങ്കിൽ കുളി നിർത്തി വെച്ചിട്ടൊന്നുമില്ല, കാര്യമായിട്ട് നടക്കുന്നുണ്ട്. ഈ സ്പെസിഫിക് സ്പോട്ടിൽ, അതായത് സംഘം എന്ന സ്ഥലത്ത്, അതായത് സംഘം എന്ന സ്ഥലം എന്ന് പറഞ്ഞാൽ യമുനയും ഗംഗയും ചേരുന്ന സ്ഥലത്ത് മാത്രമാണ് ഈ അപകടം ഉണ്ടായത്. ആ ഏരിയ കോർഡൺ ഓഫ് ചെയ്തിട്ടുണ്ട്. പക്ഷെ ബാക്കിയുള്ള സ്ഥലങ്ങളിലെല്ലാം കുടികളും ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം സാധാരണ ഇതിൽ നടക്കുന്നുണ്ട്. ശരി ശരി, നന്ദി ശ്രീ PM നാരായണൻ വിവരങ്ങൾ നൽകിയതിന്. ഇപ്പോൾ 10 പേർ മരിച്ചെന്ന് റിപ്പോർട്ട് വരുന്നത് ഔദ്യോഗികമായി ഭരണകൂടം സ്ഥിരീകരിക്കുന്നില്ല. അവിടെ ചടങ്ങടക്കം നടക്കുന്നുണ്ട് മറ്റു മേഖലകളിൽ എന്നാണ് ശ്രീ PM നാരായണൻ മാധ്യമപ്രവർത്തകൻ ഇപ്പോൾ നൽകുന്ന വിവരം.